പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജൂലൈ മാസത്തിലെ അവസാനത്തെ ദിവസം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലേക്ക്, പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 1 തുടങ്ങി 15 ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളുമായി ബന്ധപ്പെടുത്തി 15 നോമ്പാണ് നമ്മുടെ സഭയിൽ ശക്തമായിട്ട് ആചരിക്കുന്ന ഒരു നോമ്പാണ് ഈ 15 നോമ്പ്. നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഓൾറെഡി ഇന്ന് മുതൽ നമ്മളുടെ ഡാനിയേൽ അച്ഛൻ്റെ 40 ദിവസത്തെ സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് 40ാമത്തെ ദിവസം കുർബാനയെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണത്. നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും. അത് ഡാനിയേൽ അച്ഛൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും വിറ്റ്നസ്, അതുപോലെ ഷക്കീന, മറ്റുള്ള അതുപോലെയുള്ള സ്പിരിച്വൽ നമ്മുടെ കാത്തലിക് ചാനലുകളിൽ അത് ലഭ്യമാണെന്ന കാര്യം, ആ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡാനിയേൽസിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ 40 ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാന എങ്ങനെ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണ വേലി കിട്ടും. 1. 2, പരിശുദ്ധ അമ്മയുടെ നാളെ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ 15 നോമ്പ് ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമുക്ക് 2 ശുശ്രൂഷകളും പൂർവാധികം ശക്തിയോടെ ചെയ്യാൻ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ആ വിധത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ജോബിന്റെ പുസ്തകം 37:5. ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നമുക്ക് അഗ്രാഹ്യമായ വൻ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, അല്ലെ, അതായത് സ്വർഗീയ നന്മകൾ, അല്ലെങ്കിൽ സ്വർഗീയമായ അഭിഷേകങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, കൃപകൾ, ഇതെല്ലാം മാനുഷികമായ അറിവ് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമുക്ക് അഗ്രാഹ്യമായ വൻ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ 2 ശുശ്രൂഷകളാണ്, അല്ലേ. ഇന്ന് ഡാനിയേൽസിൻ്റെ കുർബാനയെ കുറിച്ചുള്ള ശുശ്രൂഷ ഇന്നു മുതലും, അതുപോലെ തന്നെ നാളെ തുടങ്ങി നമ്മളുടെ 15 നോമ്പ്. ഇത് വളരെ സത്യസന്ധമായ വിധത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ഇന്നത്തെ വചനം 37:5, ജോബ് 37:5 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും സമൃദ്ധമായിട്ട് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.